ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. നേരത്തെ എണീറ്റിട്ടുണ്ട്, പിള്ളേർക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കണം. ചോറ് വേണ്ട, അത്ര പലഹാരം മതി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. തണുപ്പായിട്ട് രാവിലെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല മടി കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ 2 ദിവസം ക്ലാസ്സും ഇല്ല, അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റും ഇല്ല. അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് സമയമൊക്കെ വേണ്ട. നേരെ കിച്ചണിൽ കയറിയിട്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. മറ്റേ നേരം പോകുന്നത് സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയ്ക്ക് സ്വാഗതം ചെയ്യാം. അപ്പം നമുക്ക് ചായയും കടി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഗ്രീൻ പീസ് കറിയും പൂരിയും കൂടെ. അതാകുമ്പോൾ പിന്നെ അവർക്ക് കൊണ്ടുപോകാനും കഴിക്കാനൊക്കെ അത് മതി. ഉറക്കം പോയിട്ടില്ല കേട്ടോ. ഒരു മപ്പാണ് രാവിലെ നേരത്തെ നീറ്റ് മഴയുണ്ട് കൂട്ടത്തിൽ, നല്ല മഴയുണ്ട്. അപ്പം ഞാൻ ചായക്ക് വെള്ളം വയ്ക്കാം. ആദ്യം തന്നെ നമ്മൾ ചായക്കുള്ള വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് അത് കത്തിച്ച് വെച്ചു. ഇനി നമ്മൾ പച്ചക്കറിയൊക്കെ തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രിഡ്ജിൽ. പച്ചക്കറി എന്ന് പറയുകയാണെങ്കിൽ ഉള്ളി, ഇഞ്ചി, തക്കാളി, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ആ സവോളയൊക്കെ തൊലി കളഞ്ഞ് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ കഴുകി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്ത് വെച്ചു. ഇനി നേരെ നമുക്ക് ഗ്രീൻ പീസ് കഴുകിയിട്ട് കുക്കറിലിടാം കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റുള്ളൊരു ഗ്രീൻ പീസ് കറിയാണേ. നമുക്ക് നാളികേരം ചിരകി അരക്കൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ആ ഗ്രീൻ പീസൊക്കെ ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം. ഇനി അതിനകത്തേക്ക് കിഴങ്ങ്, ഒരു 2 കിഴങ്ങ് ഇടുന്നുണ്ട്, ഒരു വലിയൊരു സവാള ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ തലേ ദിവസം ചതയ്ക്കാറില്ല, അപ്പോഴേക്കുള്ളത് അപ്പോൾ ചതച്ച് വെക്കും കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് ഓവറായിട്ട് ചതച്ചതുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞൊരു അളുക്കിൽ അങ്ങോട്ട് ആക്കി വെക്കുകയും ചെയ്യും. അത് പിറ്റേ ദിവസം തന്നെ എടുത്ത് തീർക്കും. എനിക്കിങ്ങനെ ചതച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഒരു ടേസ്റ്റ് കുറവ് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ചതച്ച് വെച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പുറത്ത് നല്ല മഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അതിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. തകർത്തിരമ്പി മഴ പെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ പുതച്ച് മൂടി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഒരുമാതിരി ക്ഷീണവും കേടും ഒക്കെ ഉണ്ട്. എനിക്ക് രാവിലെ മുതലേ ഒരു സുഖമൊന്നുമില്ല കേട്ടോ. രാവിലെ മുതലല്ല, തലേദിവസം രാത്രി മുതലേ ഇല്ല. ഈ ഒരു മേലുവേദനയും പനിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അതിങ്ങോട്ട് വിട്ട് പോകണില്ല കേട്ടോ. ഇനി നമ്മളിതാ പൂരിക്കുള്ള മാവ് എടുത്തു, ആട്ട എടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ റവ ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കുഴച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ പച്ചവെള്ളത്തിലാട്ടോ കുഴയ്ക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ നമ്മുടെ വിസിൽ വന്നിട്ട് അതിനകത്ത് നിന്ന് ആ പുകയുണ്ട്. പിന്നെ എൻ്റെ ഈ ഡിസ്പ്ലേ പോയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു പുക പോലെ കാണുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴച്ച് റെഡി ആക്കിയിട്ട് ധാന്യം ഇങ്ങോട്ട് മാറ്റി വെക്കണം. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ, നമ്മുടെ കറി ആവണ വരെ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നീക്കി വെച്ചു. അതിൻ്റെ മേലെ കുറച്ചുകൂടെ ഓയിലും കൂടെ പുരട്ടി വെച്ചേ. അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസൊക്കെ നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ഉരുളി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണയിനകത്തേക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഗ്രാമ്പൂ, പട്ട, ഏലക്കയാണ് കേട്ടോ. 3 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു കുഞ്ഞ് 2 പട്ട എല്ലാം കൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. സവാള നല്ലോണം ഒന്ന് വഴണ്ട് മൂത്ത് വരുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ അരക്കൊന്നും വേണ്ടല്ലോ, നാളികേര ചിരകൊന്നും വേണ്ട. ഇനി അതിലേക്ക് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ വെന്തിരിക്കുന്ന ഗ്രീൻ പീസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഗ്രീൻ പീസ് കറി അങ്ങോട്ട് റെഡി ആയിട്ടോ. ഇനി ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കട്ടെ. ഈ സമയത്ത് ഒരു 1/2 ഗ്ലാസ് ചായ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 10-10:30 വരെയൊക്കെ ചായ ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 10-10:30 വരെ അല്ല, 10:30 വരെയൊക്കെ. അപ്പോൾ പിന്നെ ആ ചായയൊക്കെ കൂടി കഴിഞ്ഞ് നമ്മുടെ കറി അങ്ങോട്ട് ആയപ്പോൾ അത് നമ്മൾ മാറ്റി അപ്പുറത്തേക്ക് വെച്ചു. ഇനി നമുക്ക് പൂരി അങ്ങോട്ട് വേഗം ചുടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓയിലാണേ, വെളിച്ചെണ്ണയിൽ ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യണത് വളരെ കുറവാട്ടോ. പക്ഷേ എനിക്ക് കറിയിലേക്കും ഉപ്പേരിയിലേക്കും ഒക്കെ ഈ വെളിച്ചെണ്ണ യൂസ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ അത് യൂസ് ചെയ്തിട്ടാണ് തോന്നുന്നു ഓയിലിൻ്റെ ചോയ എനിക്ക് പറ്റണമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ വെളിച്ചെണ്ണ എടുക്കും, വില കൂടിയുണ്ട്. ഇപ്പോൾ വറുക്കാനോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പപ്പടം കാച്ചാനോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഓയിൽ കൊടുക്കും കേട്ടോ. ഇനി ഇരിക്കുന്ന 2-3-4 പാത്രങ്ങൾ അങ്ങോട്ട് കൈയോടെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് നിന്നു. ആ സമയം കൊണ്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ആ ഒരു കുക്കറും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചു കേട്ടോ.
അപ്പോഴേക്കും നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി റെഡിയായി വന്നപ്പോഴേക്കും നമുക്ക് പൂരി ഉണ്ടാക്കാനുള്ള ഉരുളകൾ ഇങ്ങനെ ഉരുട്ടി വെക്കാം. ഇപ്പം ഞാൻ ഇവർക്ക് കഴിക്കാൻ, കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും മാത്രമേ ഉണ്ടാക്കണുള്ളൂ. എനിക്ക് പിന്നെ ഞാൻ ചൂടോടെ അങ്ങോട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇതിങ്ങനെ ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വാടി കുഴഞ്ഞു കിടക്കും, എനിക്കിഷ്ടമല്ല. അപ്പോൾ ചൂടോട് കൂടിയിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉരുളയൊക്കെ ആക്കി വെച്ചു. ഇനി ഇത് വലിയ പാടൊന്നുമില്ല കേട്ടോ. നമ്മുടെ കിച്ചൺ ടേബിളില്ലേ, അതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം തുടച്ചതാണ്. ഇനി നിങ്ങളത് തുടയ്ക്കാണ്ടാണ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കേണ്ട. തുടച്ചൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തൂവിയിട്ട് ഇങ്ങനെ പരത്തി എടുക്കും കേട്ടോ. ഞാൻ ഭൂരിക്ക് അങ്ങനെ പൊടിയിലാക്കാറില്ല. അങ്ങനെ വരുമ്പോൾ നല്ല പൊള്ളയ്ക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ഒരു മട്ട അതിനകത്ത് വരുമില്ല. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഈ ഓയിലിൽ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എങ്ങനെ പരത്തിയാലും റൗണ്ട് വരില്ല. അപ്പോൾ അത് കാരണം കൈ കൊണ്ട് ഞാനൊന്ന് റൗണ്ട് ആക്കിയിട്ടാണ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് ഒരു 8-10 എണ്ണം ഞാൻ അങ്ങനെ 8-10 എണ്ണം അല്ല, ഒരു 5-8 എണ്ണമൊക്കെ ഞാൻ അങ്ങനെ ആക്കി ചുട്ട് വെക്കല്ല, പരത്തി വെച്ചു. ഇനി നമുക്ക് അങ്ങോട്ട് ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. അവർക്ക് കഴിക്കാനുള്ളത് അങ്ങോട്ട് ആയപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചു. ഓയിൽ ചൂടായപ്പോൾ അത് അങ്ങോട്ട് ഇട്ടു കേട്ടോ. ആദ്യത്തേത് ഇങ്ങനെ പൊന്തി വന്നൊന്നുമില്ല. അതെന്തോ സിമ്മിൻ്റെ പ്രശ്നം, അത് ഞാൻ എന്തോ അറിയില്ല. പിന്നെ വിചാരിച്ചു ദൈവമേ പെട്ടോന്ന്. പിന്നെ നമ്മൾ ചുട്ടതൊക്കെ നല്ല ഗുണ്ടപ്പനായി വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ വേറൊരു പാത്രത്തിലാക്കി ഭൂരി ചുടലും കഴിഞ്ഞു. ഇനി നമുക്ക് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടേക്ക് ഒന്നും കൂടെ തുടച്ചിടാം. നമ്മൾ ഈ ഒരു പൂരി ഉണ്ടാക്കിയതിൻ്റെ എണ്ണമയും വറുത്തിട്ടതിൻ്റെ എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒന്നും കൂടെ തുടച്ച് വൃത്തിയാക്കി കിച്ചൺ ടാബ് ഇട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഡൈൻമൽ ലൈഫ് എടുക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. എപ്പോൾ അങ്ങനെ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഇടങ്ങേറും ഓട്ടം പാച്ചിലൊക്കെ ആയിട്ട് അതവിടെ ഡ്രോപ്പ് ആവാറാണ് ഇപ്പോൾ കുറച്ചായിട്ട് കേട്ടോ. എന്തായാലും പച്ചണ പോലെയുള്ളൊരു വീഡിയോ അങ്ങോട്ട് എടുക്കാമെന്ന് ഞാനും വിചാരിച്ചു. രാവിലെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. എപ്പോൾ വരെ എത്തും എന്നൊരു ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെയും ഞാനിത് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയപ്പോൾ 2 പാത്രങ്ങളുണ്ടായിരുന്നു. അതും കൂടെ അങ്ങോട്ട് കയ്യോടെ കഴുകി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല, കൂടാൻ വേണ്ടി നിൽക്കണ്ടല്ലോ. അപ്പോൾ അതാ നമ്മുടെ ഗുണ്ടപ്പം കണ്ടോ, നമ്മുടെ ഭൂരി റെഡിയായി. കറി, ഈ ഗ്രീൻ പീസ് കറി സൂപ്പർ ടേസ്റ്റാണ്. ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചായക്കായി അയ്യോ ഇപ്പോൾ 7:15 കേട്ടോ. 7:20 ആയിട്ടുള്ളൂ. ഭൂരിയായി, നമ്മുടെ ഗ്രീൻ പീസ് കറിയായി. എനിക്ക് കുറച്ച് ഷോർട്സിൻ്റെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഇവരെന്തായാലും പോകാൻ വേണ്ടിയിട്ട് 8:30 ആവും. അപ്പോൾ 8 മണി കഴിയും ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം വരെ എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിരുന്നു. അയ്യോ, ഇനി എഡിറ്റിങ് കഴിയുമ്പോഴേക്കും, ഷോർട്സിൻ്റെ എഡിറ്റിങ് കഴിയുമ്പോഴേക്കും അവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചായ കൊടുക്കാറാവും. അപ്പോൾ കാണാം കേട്ടോ. അന്നന്ന് പോസ്റ്റ് ചെയ്യാനുള്ളത് അപ്പം എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എഡിറ്റിങ്ങും വോയിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൊണ്ട് തന്നെ 12 മണിക്ക് നമുക്ക് ഷോർട്സ് ഇടാനുള്ളത് അപ്പം ഇരുന്നിട്ട് ഞാൻ കയ്യോടെ അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഉള്ള സമയം കൊണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാം കേട്ടോ. കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഷോർട്സിന് വേണ്ടിയിട്ടുള്ള എഡിറ്റിംഗ് എങ്കിലും കഴിച്ചിടും. പിന്നെ ബാക്കി വോയിസ് കൊടുക്കലും പോസ്റ്റ് ചെയ്യലും ആ സമയത്തിൻ്റെ കുറച്ച് മുന്നേ അങ്ങോട്ട് ചെയ്യാമെന്ന് വയ്ക്കും കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ കഴിക്കാൻ വേണ്ടി വന്നവർക്ക് 2 ആൾക്കും പൂരിയും കറിയൊക്കെ വിളമ്പി ഇഷ്ടമായിട്ടുണ്ട്. 2 ആൾക്ക് അടിപൊളിയായിട്ടുണ്ട് കറി എന്നൊക്കെ പറഞ്ഞ്. നമ്മളിവിടെ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ കറി വയ്ക്കാറില്ല കേട്ടോ. കുറേ മുന്നേക്കെ നമ്മളിവിടെ ആയിരുന്നില്ല, കാടാമ്പഴേക്ക് നമ്മുടെ സമയത്ത് ഇങ്ങനത്തെ കറികളാണ് വെക്കാറ്. അപ്പം നല്ല 2 ആൾക്കും ഇഷ്ടമായി. എൻ്റെ അടുത്ത് ഇരുന്ന് കഴിക്കാൻ വേണ്ടി പറയുകയാണ്. എനിക്ക് ഈ സമയത്ത് കഴിച്ചാൽ പൂവില്ല കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് നേരം അവരെയൊക്കെ വട്ടം ചുറ്റി നിന്നിട്ട് പൂച്ചട്ടിക്ക് കൊണ്ടുപോകാനുള്ളതാണ് വിളമ്പണത്. കണ്ണൻകുട്ടി ഫുഡ് കൊണ്ടുപോകാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവനതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാ അവൾക്കുള്ള 2 എണ്ണം പറഞ്ഞപ്പോൾ 3 എണ്ണം വെച്ചു. ഇനി കറിയും കൂടെ ആക്കിയിട്ട് അതങ്ങോട്ട് ഒരു കവറിലാക്കി കെട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ മറക്കില്ല. പിന്നെ ആ ടൈമിൽ പോകുമ്പോൾ നമ്മളത് ആ സമയത്ത് ഓടി പഞ്ഞി ചെയ്യണ്ടല്ലോ. ഒരുപാട് സമയം ബാക്കി കിടക്കുകയാണ്, കുറച്ച് സമയം ഉണ്ടല്ലോ. അപ്പോൾ ഈ പലഹാരമൊക്കെ ആണെങ്കിൽ ഇവർക്ക് ചോറൊന്നും ആവശ്യമില്ല കേട്ടോ. ചോറിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതായതുകൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഒരു ചോറും കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെയും കണ്ണൻകുട്ടിക്കാണ് ചോറ് കൊണ്ടുപോകേണ്ട സമയമാണെങ്കിൽ അവന് ഈ പലഹാരത്തിനെക്കാട്ടിലും ചോറ് കൊണ്ടുപോകണമെന്ന് ഇഷ്ടം കൊണ്ട് കുഴപ്പമില്ല. 2 ആയാലും ഞാൻ പിന്നെ ചോറ് ഉണ്ടാക്കാൻ മെനക്കെടാറ്. ഇതവിടെ തകൃതിയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ണൻകുട്ടിയുടെ ഒരുങ്ങൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ കഴിഞ്ഞു. പൂജിട്ട് ഇതാ ഇവിടെ തകൃതിയായിട്ട് കണ്ടാട റൂമിൽ തന്നെയാണ്. അങ്ങനെ അവരുടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. മഴ പോണ സമയത്ത് പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2ഉം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അവന് കുട കൊണ്ടുപോവില്ല. അപ്പോഴത്തെ പിള്ളേരുടെ കാര്യമൊക്കെ അങ്ങനെയാണ് കേട്ടോ. എങ്ങനെ എന്താ എന്നൊന്നും അറിയില്ല. അതൊരു ഇതൊക്കെ ഒരേപോലെയാണ്. കുട കൊണ്ടുപോവില്ല, ബാഗിൽ ചോറ് വെക്കാനുള്ള ബാഗിൻ്റെ സ്പേസിനനുസരിച്ചുള്ള ബാഗ് എടുക്കില്ല. ഏറ്റവും കുഞ്ഞു ബാഗുണ്ടോ അതേ നോക്കി എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ 2 ആളും കൂടെ പോയിട്ടുണ്ട്. മഴ ഉണ്ട് ഗൈസ്. ഈ സ്കൂളിലേക്ക് ഇറങ്ങുന്ന സമയത്തൊരു മഴയാണ്. ആണ് പ്രാന്ത്. വലിയവർക്കും മടിയാണ്. പിന്നെ ചെറിയൊരു കാര്യം പറയണം. ഇനി നമുക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? അടിച്ചു വരാണ്ട് വൈകിട്ട് തുടച്ച കാരണം പിന്നെ നമ്മൾ പകൽ തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് അടിച്ചു വാരിയിരുന്നാൽ കർക്കിടക സംക്രാന്തിയുടെ ഒരുക്കങ്ങൾ ഒരു ശനിയാഴ്ച ഞായറാഴ്ച ആയിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ശനിയാഴ്ച ഒരുവിധം കംപ്ലീറ്റ് ആക്കാം. അത്ര വലിയ കാര്യങ്ങളൊന്നും ഇല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. മാല തട്ടണം, ഈ ജനലും അതിലൊക്കെ ഒന്ന്
കിച്ചണിലാണ് കേട്ടോ കുറച്ചധികം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ അടുക്കുകളൊക്കെ ഒന്ന് കഴുകി മോറി റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ അടിച്ച് വാരിയിട്ട് കുളിക്കണം. കുളി കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. കറിക്ക് ഇനിയിപ്പോൾ ഇന്ന് എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് മിക്കതും എനിക്ക് ഭൂരി തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ ചോറ് വെക്കലും മടിച്ചല്ല, ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മടിച്ചായിരുന്നു. ചോറിപ്പോൾ കുറവാണ് കഴിക്കുന്നത്. ചോറ് കഴിച്ചിട്ട് ഇപ്പോൾ വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും എനിക്ക് ആദ്യം ചോറ് കഴിക്കാണ്ട് പറ്റിയിരുന്നില്ല. ചോറില്ലാതെ പറ്റില്ല അറിയില്ല, കൂട്ടട്ടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മടിയായിട്ടേ കഴിക്കാണ്ടായിട്ട് ഇപ്പം എന്തെങ്കിലും കഴിച്ചാൽ മതി പലഹാരമൊക്കെ. അപ്പം ഇനി നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് അടിച്ച് വാരി റെഡിയാക്കണം. കട്ടിലൊക്കെ കണ്ണൻകുട്ടി നീട്ടുമ്പോൾ തന്നെ ഒരു ഇത് സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി ഞാൻ അടിച്ച് വരുമ്പോൾ കാണിക്കാം കേട്ടോ. നമുക്കിന്ന് ലൈവ് പോകണമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു 2 മണിയൊക്കെ ആകുമ്പോൾ ലൈവ് ഇരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴ മൂടി കുറച്ച് കിടന്നുറങ്ങാനാണ് ഇപ്പോൾ തോന്നുന്നത്. അതിപ്പോൾ കിടന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പ്ലാനിട്ട് കിട്ടും. അടുപ്പ് ഉറങ്ങാം. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എല്ലാം കഴിഞ്ഞ് റെഡിയാക്കിയിട്ട് ഉറങ്ങാം. ഇനി ഞാൻ നേരെ നമ്മുടെ പരിപാടിക്ക് കിടന്നു കേട്ടോ. എല്ലായിടവും ഒന്ന് അടിച്ച് വാരിയിടണം. അവർ മുടി ചെയ്യുന്നത് എൻ്റെ മുടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തലേ ദിവസം നമ്മൾ അടിച്ച് വാരി തുടക്കണെ കൊണ്ട് പിറ്റേ ദിവസം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്നും അടിച്ച് വാരി ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ എല്ലായിടും ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് ഒതുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ വേണ്ടിയിട്ടൊരു മെനയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി പെട്ടെന്ന് ഒരാൾ ആരെങ്കിലും കയറി വന്നാലും നമ്മളിത് ഓടി പഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലായിടും ഒന്ന് അടിച്ച് വാരിയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി മാറാല തട്ടിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കർക്കിടക സംക്രാന്തിയുടെ അടുപ്പിച്ച് ശനി ഞായറും ഇതിന് നിൽക്കണം കേട്ടോ. ഈ ഒരു പുറത്തെ ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഞാൻ മീൻ ഉണ്ടാക്കാറും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല വൃത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ രാത്രിയിൽ പൂച്ചയോ നായോ എന്തെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടെങ്കിലൊക്കെ അതുകൊണ്ടും പിന്നെ നമ്മൾ ഈ അടിച്ച് വാരിയിട്ടുള്ള കുപ്പട പൊടിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും ഞാൻ അവിടെ ഒന്ന് വെള്ളം ഒഴിച്ച് അടിച്ച് വാരിയിട്ടു. എന്നിട്ട് ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ചു. തലേ ദിവസം നല്ലോണം താളി തേച്ച് എണ്ണ തേച്ച് കുളിച്ചുകൊണ്ട് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് പകൽ തല നനച്ചില്ല കേട്ടോ. രാത്രിയിൽ നനച്ചത് തന്നെ ഒരുവിധം ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഇതാ രാവിലെ മേലൊക്കെ കഴുകിയിട്ട് നമ്മൾ ഒരു മോയ്സ്ചറൈസർ ക്രീമൊക്കെ ഇട്ട് പിന്നെ അങ്ങനെ ഞാനൊന്ന് സുന്ദരിയാവണ സമയമാണ്. ഞാൻ ഇന്നെ സ്നേഹിക്കുന്ന സമയം എന്നൊക്കെ പറയും. ഇതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണെഴുതി പൊട്ട് തൊട്ട് ഒന്ന് ഒരുങ്ങി നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സമാധാനമാണ് കേട്ടോ. അതെന്താണെന്ന് അറിയില്ല, എനിക്കത് ശീലമായി. ഞാൻ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഒരു കുറിയൊക്കെ ഇട്ടു. എനിക്ക് ഈ മഞ്ഞക്കുറിയും ഈ റെഡ് കുറിയും നല്ല ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഞാൻ ഇത് ഇല്ലാണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുന്നില്ല. സ്കൂൾ പഠിക്കുന്ന സമയമായിക്കോട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാടൊക്കെ ആയാലും എവിടെ പോകുകയാണെങ്കിലും ഈ ഒരു കുറി കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പോൾ ഇതാ കുറിയൊക്കെ ഇട്ടിട്ട് ഇനി നമ്മുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി മെന ആക്കി നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം, അത്രയേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ എന്തിനാ അങ്ങനെ കൂറൽ അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടുമുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ കൂറൽ ലുക്കിൽ നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ എന്തിനാ അങ്ങനെയൊക്കെ കാണിക്കണം, അങ്ങനെ പല ഭാഗങ്ങളും പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇത് എൻ്റെ ഭാഗമാണ്, എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങി നിൽക്കും. അപ്പോൾ ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ ചായ കുടിക്കണത്, അല്ലെങ്കിൽ ഈ സമയത്തൊന്നും കുടിക്കില്ല. എന്തായാലും ഞാൻ അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരുക്കാൻ അങ്ങോട്ട് കഴിഞ്ഞു. ഇനി ചായ കുടിക്കണം കേട്ടോ. ഇപ്പോൾ ഒരു എത്ര ആയിട്ടുണ്ടാവും അറിയോ? 9:15 ആയിട്ടുണ്ടാവുള്ളൂ. കറക്റ്റാ 9:16 ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ചോറ് വയ്ക്കണമെങ്കിൽ ഞാൻ മിക്കതും കാണിക്കേണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവില്ലേ. നമ്മളിപ്പോൾ കുക്കിങ്ങും കാണിച്ചുല്ലോ രാവിലത്തെ. പിന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ട് കറിയൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചുമ്മാ അങ്ങനെ അങ്ങോട്ട് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കണം. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നിട്ടാണ് വിചാരിക്കുന്നത്. രാവിലെ മുതൽ നമ്മൾ രാത്രി കിടക്കണ വരെയുള്ള കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിക്കണം. മാക്സിമം എത്ര കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ നോക്കാം. നമുക്ക് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഷോർട്സ് എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലും പിന്നെ ലോങ് വീഡിയോ ആ ഒരു 7 മണിയാകുമ്പോഴേക്കും അതൊക്കെ റെഡി ആക്കണ്ടേ. പിള്ളേർ വരുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കൂടെ ആകുമ്പോഴേക്കും ചിലപ്പോൾ എനിക്ക് ഒക്കുമില്ലേന്ന് അറിയില്ല. ലീവുള്ള ദിവസമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ശനി ഞായറൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും പോകാനും ഉണ്ടാവും. അങ്ങനെയൊക്കെ കേട്ടോ. ഞാൻ നോക്ക് തടിയൊക്കെ കുറഞ്ഞു, നല്ല വെയിറ്റ് കുറഞ്ഞു. ഇനിയും കുറയാണ്ട് കേട്ടോ. സംഭവം പറയുകയാണെങ്കിൽ ഇനിയും കുറയാണ്ട്. അപ്പോൾ അതല്ല നമ്മുടെ വിഷയം എന്താ വെച്ചാൽ ചായ കുടിക്കാം.
ഞാൻ 2 പൂരി എടുത്തിട്ട് ഇതാ കറിയൊക്കെ എടുത്ത് കട്ടൻ ചായ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി ഉച്ചയ്ക്കും ഞാൻ തന്നെ കഴിക്കുക. അതുകൊണ്ട് ഞാൻ 2 കഴിക്കാനുള്ളൂ കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു മയക്കം വരും. ചപ്പാത്തിയും പൂരിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ. വല്ലാത്തൊരു മയക്കം വരും. എണ്ണ പലഹാരമായിട്ടാണ് എന്തോന്ന് അറിയില്ല. അപ്പം ഞാൻ ചായയൊക്കെ അങ്ങനെ വിശാലമായിട്ട് ഇരുന്നിട്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ചെയ്യാനുണ്ട് കേട്ടോ. നമുക്ക് എഡിറ്റ് ചെയ്യാനും ഇനിയിപ്പോൾ അടുത്ത ഷോർട്സിനൊക്കെ ഉണ്ട്. അല്ലാണ്ട് വീട്ടിലത്തെ കാര്യമൊന്നുമില്ല. ഗൈസ് രാവിലെ പോയ ആളാണ് ഞാൻ. ഇപ്പോഴാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഓട്ടപ്പാച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീടെടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞുള്ളൂ ഉച്ചയ്ക്ക് ചോറ് വയ്ച്ചിട്ടില്ല. പൂരി ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അട ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഷോർട്സിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പിള്ളേർ വന്നിട്ട് അടയും ചായയൊക്കെ കുടിച്ചു, പൂരി കഴിച്ചു. ഇനിയിപ്പോൾ നല്ല രാത്രിയാണ് ചോറുണ്ടാക്കണത്. അപ്പോൾ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് വളാഞ്ചേരി പോകണം. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോയി വരാം കേട്ടോ. കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കണമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ ഇനിയിപ്പോൾ ഞാനിങ്ങനെ കാണിച്ചിട്ട് വെറുതെ വളവളാ പറഞ്ഞിട്ട് ബോറടിപ്പിക്കണ്ട വിചാരിച്ചു. അതപ്പോൾ പിന്നെ അവിടെയൊക്കെ അടക്കി. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ബാക്കി കാണാം. ഓക്കെ, ബാ വളാഞ്ചേരിക്കും ആയോ. എല്ലാവരും പോരും. സാധനം മേടിക്കാം. ഒരുപാട് സാധനം ഉണ്ട്. അപ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് പൂജുവിന് പറ്റില്ല എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ കണ്ണൻകുട്ടിയുണ്ട് ഗായ്സ് നമ്മുടെ കൂടെ. ചുമ കേട്ടോ. ബാബുവാ പോയോ കൂടെ എടുത്തോ. പറയാം ഗായ്സ്, ഞങ്ങൾ മൈസൂരല്ല, ഇവിടെ ഊട്ടി എത്തി. മിനി ഊട്ടി. നല്ല കോടമഞ്ഞല്ലേ ഫോണിൽ. ഇതൊക്കെ കണ്ടതെടുത്തിരിക്കുമ്പോൾ കാണാം അവിടെ കോടമഞ്ഞുണ്ട് ഗായ്സ്. അപ്പോൾ പോയിട്ട് വരാം. ഓക്കെ, ഇതന്നെയല്ലേ കുറച്ച് മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ഈ മൂടൽമഞ്ഞിൻ്റെ കാര്യം പറയുന്നത് ഫ്രണ്ട് ക്യാമറ എടുക്കുമ്പോൾ ഈ ഡിസ്പ്ലേ പൊട്ടിയോണ്ടാണ് എനിക്ക് അവിടെ മൊത്തം ഒരു മഞ്ഞ് പോലെ കേട്ടോ തോന്നുക. നല്ല കോടമഞ്ഞ് ഇറങ്ങിയ പോലെ. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. പാടത്ത് കൂടെ ഈ സമയത്തൊക്കെ നടക്കാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. ആ ഒരു പശുവിനെ കാണിച്ചത് അതിൻ്റെ ചുറ്റും ഒരു 5-6 കാക്കകളുണ്ട് കേട്ടോ. അതിൻ്റെ വാലിൽ കുത്തിയതിനെ ശല്യം ചെയ്യായിരുന്നു. ഇവിടെ ഞാൻ വന്ന് നോക്കിയപ്പോൾ കുറച്ച് കുഞ്ഞു മീനുകളും ഉണ്ടാവും. കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതാ കുളമംഗലത്ത് എത്തിയപ്പോഴേക്കും നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടോ. വലിയ ഓട്ടമായിരുന്നു. അതുകൊണ്ട് ഇതിൽ വിശാലമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അങ്ങനെ വളാഞ്ചേരി എത്തി കയറിയ പാടന്നെ ഞാൻ അവിടെ എത്തിയ പൂജുട്ടിയോട് ചോദിക്കും, നമ്മളിപ്പോൾ എന്തൊക്കെ വാങ്ങാനാണ് പറഞ്ഞിട്ട് വന്നേന്നൊക്കെ. എന്നുവെച്ചാൽ അവിടെ എത്തിയ ആരണയുടെ പോലെ എനിക്ക് അതൊക്കെ മറന്നു പോകും. അങ്ങനെ പലചരക്കും വാങ്ങി. ഇനി പിന്നെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി അടുത്ത കടയിലേക്ക് നടന്നിട്ട് പോകാൻ കേട്ടോ. അവിടെ പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരു തിരക്ക് കുറഞ്ഞ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സുഖമാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇനി നമ്മൾ തിരിച്ച് മാസിലൊന്ന് കയറണം. കുറേ ദിവസമായിട്ട് അവളുടെ ലിപ്സ്റ്റിക്ക് കഴിഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പറയണം. അവിടുന്ന് അതും മേടിച്ചൊരു കുഞ്ഞൊരു പൗഡറിൻ്റെ ടിന്നും വാങ്ങിയിട്ട് എൻ്റെ അത്ര കഴിഞ്ഞത് 50 രൂപയുടെ അത്ര ഇവിടുന്ന് ഒരുപാട് നിൽക്കൂട്ടോ. നല്ല സ്മെല്ലാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ആ കടയിൽ നിന്നാണ് നമ്മൾ AK റോട്ടിനുള്ളിൽ അത്ര കടയിൽ നിന്നാണ് വാങ്ങാറ്. പിന്നെ ഇതാ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു കട ഉണ്ട്. അവിടുന്ന് ചിക്കനൊക്കെ വാങ്ങി നേരെ നമ്മൾ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നു കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പും ഇതൊക്കെ അവർ തന്നിട്ടുണ്ട്. മല്ലിച്ചപ്പ് നമുക്ക് എന്തായാലും ആവശ്യമാണ്. ടേബിൾ പിന്നെ അപ്പോൾ ഇതൊക്കെ ഇനി കഴുകിയിട്ട് ഒരു ബോക്സിലാക്കി വെക്കണം. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ കണ്ടോ നല്ലത് തരാൻ പറഞ്ഞ മാട്ട ചെക്കൻ കുറച്ച് കേടാ. എന്തായാലും അതിൻ്റെ കണ്ണൊന്ന് തെറ്റി. ഞാൻ എടുത്തിട്ടത് ആറുന്നു. അതിൻ്റെ കൂടെ അവൻ്റെ ഒരു എടുത്തും കൂടെ ഉണ്ടായില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. നല്ല വാങ്ങിയിട്ട് ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. തേങ്ങ പനി ഇപ്പൊ റിച്ചാണ് കാണിക്കുക. തേങ്ങയും വെളിച്ചെണ്ണ ഒക്കെ വാങ്ങിയാൽ മതി. വെളിച്ചെണ്ണ വാങ്ങിയത് ഞങ്ങൾ വെളിച്ചെണ്ണ ഇതെടുത്തിട്ട് നമ്മൾ ഈ തുള്ളി വെള്ളമൊക്കെ മിക്സ് ആക്കിയിട്ട് പൂജുവിന് വലിയൊരു പൗഡർ കുപ്പി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ മാത്രമാണ് ഇവിടെ പൗഡർ ഇടുള്ളൂ. കണ്ണനൊക്കെ ഇടും. മുഖത്ത് പൗഡർ ഇടും. അല്ല മുഖത്തല്ല, ഞാനൊക്കെ കണ്ണൻ കൊട്ടും എടുത്തിട്ട്. പക്ഷെ അത് കൊട്ടി നാശാക്കും ഇവരൊക്കെ. ഷാജേട്ടൻ ഒരു ടീച്ചറിലുള്ള. അപ്പൊ വലുത് വാങ്ങിയില്ല, ആവശ്യത്തിന് മതി. നമ്മൾ അങ്ങനെയൊക്കെ കേട്ടോ. എന്റെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. നമ്മളുടെ ലിപ്സ്റ്റിക്ക് ഈ 80 ഉറുപ്പ ഉണ്ടെങ്കിൽ അരക്കിലും തക്കാളി. അപ്പൊ ഇതൊക്കെയാണ്. എനിക്ക് ഒന്ന് കിടക്കണം. നല്ല ക്ഷീണം, എന്തോ ഒരു സംഭവം വരണം. കിട്ടി ഒരു സുഖമില്ല. അപ്പൊ ഇനി റെസ്റ്റ്. നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും.